UDF ഏകോപന സമിതി യോഗത്തിൽ നിന്ന് അതൃപ്തിയുമായി ഇറങ്ങിപ്പോയ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെത്തി. ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. യോഗത്തിൽ തന്നെ സംസാരിക്കാൻ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുക്കാതെ ചെന്നിത്തല മടങ്ങിയിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ UDF ഏകോപന സമിതിയുടെയും എംപിമാരുടെയും സംയുക്ത യോഗം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ചേർന്നത്. യോഗത്തിൽ സംസാരിച്ചത് 5 കോൺഗ്രസ് നേതാക്കൾ, തുടർന്ന് ഘടകകക്ഷി നേതാക്കൾ. യോഗം കഴിയാറായിട്ടും രമേശ് ചെന്നിത്തല സംസാരിച്ചില്ല. തന്നെ സംസാരിക്കാൻ വിളിക്കാത്തതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ ചെന്നിത്തല തെരഞ്ഞെടുത്തത് വേറിട്ട വഴി. യോഗത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്ന് ബഹിഷ്കരിച്ചാണ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതൃപ്തി മാറാതിരുന്നതോടെ നേരിട്ട് പോയി കാണാൻ വി.ഡി. സതീശന്റെ തീരുമാനം. രാവിലെ ചെന്നിത്തലയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. തന്റെ വിരുന്ന് ബഹിഷ്കരിച്ച ചെന്നിത്തലയ്ക്കൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് സതീശൻ മടങ്ങിയത്. കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന വാർത്തകൾ ചെന്നിത്തല തള്ളിയില്ല. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും. മഞ്ഞുരുക്കാൻ നേരിട്ട് പോയെങ്കിലും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഞങ്ങളൊക്കെ തമ്മിലുള്ളത് സഹോദര ബന്ധമാണ്. KPCC യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഒരു അഭിപ്രായ വ്യത്യാസവും തമ്മിൽ ഉണ്ടാകരുത്, ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ യോഗത്തിൽ സംസാരിക്കാൻ ക്ഷണിച്ചില്ലെന്നത് മാത്രമല്ല, അതിനു മുൻപ് നടന്ന UDF ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ പോലും തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നതും കൂടിയാണ് ചെന്നിത്തലയുടെ അതൃപ്തി കെടുക്കാൻ കാരണം. മീഡിയ 1 തിരുവനന്തപുരം.